ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് സി വത്സനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ഒളിവിലുള്ള പ്രശോഭിനായി അന്വേഷണം തുടരുകയാണ്. പരാതിക്കാരിയായി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് മൊഴിയെടുക്കൽ. ഗൂഗിൾ VS വിവരങ്ങളുമായിട്ട് ഗൂഗിൾ ആദ്യം ഈ യുവതിയെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ നൽകിയ ഒരു വിവരം. പക്ഷേ പിന്നീട് എന്തായാലും പോലീസിന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇപ്പോൾ എത്ര സമയമായി മൊഴിയെടുക്കൽ നടക്കുന്നു? ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടിയോ? 2 മണിക്കൂറിലധികമായി നീളുന്ന മൊഴിയെടുപ്പാണ്. അത് ഏകദേശം പൂർത്തിയായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന. അല്പസമയത്തിനുള്ളിൽ പക്ഷേ ആ യുവതിയെ പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും വിശദമായിട്ടുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രശോഭ് ഇപ്പോൾ ഏതായാലും ഒളിവിലാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏതായാലും അതീവ ഗുരുതരമായ പരാതിയാണ്. 3 തവണ തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവതി പരാതിയിൽ പറയുന്നത്. പരാതി ആദ്യം മുഖ്യമന്ത്രിക്ക് നൽകി, അതിനുശേഷം പിന്നീട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ആ പരാതി കൈമാറുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഒരു ഇലക്ഷൻ കാലത്താണ് ഇത്തരത്തിലുള്ളൊരു പരാതി മുന്നോട്ട് വരുന്നത് എന്നുള്ളൊരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. BJP ഇത് രാഷ്ട്രീയമായുധമാക്കുന്നുണ്ട്. CPM ഒക്കെ തന്നെ ഇതിന്റെ രാഷ്ട്രീയ ആയുധമായി തന്നെ നേരിടുകയാണ്. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പോലീസ് നടപടിയെടുക്കാൻ വൈകുകയാണെങ്കിൽ താൻ പ്രതിഷേധത്തിന് വരെ തയ്യാറാണ്, SP ഓഫീസിൽ ചെന്ന് പ്രതിഷേധിക്കാൻ വരെ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഏതായാലും ഉടൻ തന്നെ പോലീസ് മറ്റ് നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.